ഹലോ ഗേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗേസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത് കുറേ നാളുകൾക്ക് ശേഷം ഒരു ന്യൂ അല്ല റാങ്ക് പുഷും വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മൾ BR ഒരു സോളോ അല്ല റാങ്ക് പുഷും വീഡിയോ ആയിട്ടാണ് ഇന്ന് ഗേസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സോളോയുടെ റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ് ഇതിൽ കുറേ അധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറേ അധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാതും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ നല്ല റാങ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സ്പോട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ എന്താ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ നമ്മൾ സോളോയുടെ റാങ്ക് പുഷ് ചെയ്യുന്ന ടൈമിൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാരണം വെച്ചാൽ ഫസ്റ്റ് തന്നെ 1-2 കില്ല് എടുക്കാൻ നോക്കുക. മാക്സിമം 1-2 ഒരു കില്ലിയെ നമ്മൾ എടുക്കാൻ നോക്കുക. അപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റ് തന്നെ എനിമിനെ ഇവിടെ സ്പോട്ട് ചെയ്ത് ഞെക്കി പിടിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ബൈസനായിരുന്നു ഞെക്കി പിടിച്ചുകൊണ്ട് നേരെ നൈസായിട്ടൊരു കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മാച്ചില്ല. അപ്പോൾ നിങ്ങൾ കളിക്കുന്ന ഫസ്റ്റ് മാച്ച് തന്നെ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ഡെയിലി മിഷനൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കില്ലടിച്ച ശേഷം നമ്മൾ എങ്ങനെയും കാരണത്താൽ നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഡെഡ് ആവുകയാണെങ്കിൽ കാര്യമായിട്ട് പ്ലസ് കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു പക്ഷേ മൈനസ് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല റാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ മൈനസ് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മാച്ച് അപ്പോൾ നമ്മൾ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു സർവേ ചെയ്ത് കളിക്കാൻ നോക്കുക. അപ്പോൾ ടോപ്പ് 20ൻ്റെ ഉള്ളിലേക്ക് എത്തിയ സമയത്ത് 1-2 കില്ലൊക്കെ അടിച്ചാൽ തന്നെ അപ്പോൾ നമുക്ക് മാക്സിമം കില്ലോ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കില്ല് അടിച്ചാൽ പോലും നമുക്ക് നല്ല രീതിക്ക് പ്ലസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് മാച്ചിലേക്ക് തന്നെ വരാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ എനിമോട് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാലം ഹോമർ ക്യാരക്ടറാണ്. അപ്പോൾ ഈ കോംബോ വഴി നമ്മൾ എന്തായാലും നമ്മളെ ക്യാരക്ടർ സ്കില്ല് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കോമ്പിനേഷൻ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിന് നമ്മൾ ഈ കില്ല് അപ്പോൾ നമ്മൾ മാക്സിമം സോളോയിൽ റിവൈവ് അടിച്ച് വരല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈമിനുള്ളിൽ മാക്സിമം കില്ല് അടിക്കാൻ നോക്കി. പക്ഷേ നമ്മൾ നല്ല കില്ല ഡാമേജ് കൊടുത്തപ്പോൾ നമുക്ക് കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആരോ കുമ്മിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ തൊട്ട് പിന്നിലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ഹോമർ ക്യാരൻ്റെ സ്കില്ലാവുകൊണ്ട് തന്നെ നമുക്ക് കീപ്പിംഗ് വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എച്ച് ബി കിട്ടാനാണെങ്കിൽ നമുക്ക് മെഡിക്കറ്റും ഇല്ല. അപ്പോൾ ആകെ ഷോക്കാണ്. അപ്പോൾ എനിമി നമ്മൾ ഷൂട്ട് ചെയ്യണം പെട്ടെന്ന് തീരുമാനമാകും. നമ്മുടെ സോളർ റിവ്യൂവിൻ്റെ ടൈമും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരെ ചെയ്ത കാരണം നോക്കുക നമ്മൾ തൊട്ട് മുമ്പിലായിട്ട് വെഹിക്കിൾ ഉണ്ട്. അപ്പോൾ വെഹിക്കിൾ വെച്ചുകൊണ്ട് നേരെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെഹിക്കിളിൻ്റെ സ്കില്ല് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. മിഷ ക്യാരൻ്റെ സ്കില്ല് കൂടി നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഏതൊരു ഗ്രാൻഡ് മാസ്റ്റർ പ്ലേയേഴ്സ് എന്തായാലും ഒഴിവാക്കാത്തൊരു സ്കില്ല് നോക്കുകയാണ് നമ്മൾ മിഷ ക്യാരൻ്റെ സ്കില്ലായിരിക്കും. അപ്പോൾ മിഷ ക്യാരൻ്റെ സ്കില്ല് എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഏത് വാഹനം ഉപയോഗിച്ചാൽ നമുക്ക് മിഷ ക്യാരൻ്റെ സ്കില്ല് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ നേരെ നമ്മൾ HB കയറ്റാൻ വേണ്ടി നേരെ നമ്മൾ ഫാക്ടറിക്കാണ് പോകുന്നുണ്ട്. അപ്പോൾ ഫാക്ടറി നോക്കിയ സമയത്ത് നമുക്ക് എനിമി ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ മെഡിക്കറ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക കാരണം നോക്കുക നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് എല്ലാ ടൈമിലും മഷ്റൂം കാണാൻ പറ്റും. അപ്പോൾ ഈ മഷ്റൂം നേരെ ഈറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് EP അപ്പോൾ ഇതിൽ കിട്ടിയ EP നേരെ നമുക്ക് HB ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫാക്ടറിയിൽ മാക്സിമം ലൂട്ടൊക്കെ അടിച്ചിട്ട് അപ്പോൾ എനിമീസ് അവിടെ ഉണ്ടായി. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ റോഡ് സൈഡിൽ കിട്ടിയുള്ള ബൈക്ക് എടുത്തുകൊണ്ട് നേരെ നമ്മൾ സൂണിൽ കയറുന്ന സമയത്താണ് നമ്മൾ തൊട്ടിപ്പുറത്തായിട്ട് നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലവ് നോക്കുകയാണെങ്കിൽ അലവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ടോപ്പ് 20ൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് 20ൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കില്ലൊക്കെ അടിക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഫൈറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി പോയിക്കൊണ്ട് നമ്മൾ റഷ് ചെയ്തുകൊണ്ട് കില്ലൊക്കെ അടിക്കാൻ നോക്കുക. അപ്പോൾ ഇതിൽ കില്ല് അടിച്ചാൽ നമ്മൾ പതുങ്ങി കളിക്കുകയാണ്. ലാസ്റ്റ് വരെ പതുങ്ങി കളിച്ചുകൊണ്ട് നമുക്ക് കില്ലും കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് പ്ലസും കുറവായിരിക്കും. അപ്പോൾ എന്തായാലും നൈസായിട്ട് ബൈക്ക് അടിച്ചുകൊണ്ട് നേരെ നമ്മൾ ട്രോഗൺ വെച്ചുകൊണ്ട് നമ്മൾ കില്ലാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടലായിട്ട് 2 കില്ലായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഹോമർ ക്യാരൻ്റെ സ്കില്ല് അവിടെ ഓൺ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ തൊട്ടിപ്പുറത്തായിട്ട് മറ്റൊരു എനിമോട് ഇവിടെ പതുങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ അടിക്കാൻ വേണ്ടി നേരെ കുറച്ച് പുറകിലേക്കായിട്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലായിട്ട് നിന്നിട്ടുണ്ട്, കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ എന്ത് സർവേ ചെയ്ത് റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലേയേഴ്സാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കി കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ നമ്മൾ ഡ്രാഗൻ്റെ ഫ്ലാഷ് ബോംബ് ഉണ്ടായിരുന്ന അത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നല്ല രീതിക്ക് അപ്പോൾ ഹെവി ലെവലായ ഡാമേജ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടെ നമ്മളെ കയ്യിൽ ട്രോഗൺ വെച്ചുകൊണ്ട് നമ്മൾ ഞെക്കി പിടിച്ചാണ് കില്ലാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടോട്ടലായിട്ട് 2 കില്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് അപ്പോൾ എല്ലാതും പാടെ കൂട്ടാണ് 3 കില്ല്. ഓക്കെ. അപ്പോൾ അവസാനമായിട്ട് 3 കില്ല് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ കില്ല് അടിക്കുക എന്നുള്ള കാര്യമില്ല നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ റാങ്ക് പുഷ് ചെയ്യുക. അപ്പോൾ ഒറ്റ കില്ല് അടിച്ചാൽ പോലെ നമുക്ക് റാങ്ക് പുഷ് ചെയ്യുന്ന ടൈമിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ആയിട്ട് ഞാൻ കുറേ അധികം ക്ലിപ്പും കാരണം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 14 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ഞാൻ അത് പകുതിയോളം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സ്നൈപ്പറാണ്. അപ്പോൾ ഞാൻ സ്നൈപ്പർ കണ്ടാലും അപ്പോൾ നമ്മൾ AW കണ്ടാലും MA2B കണ്ടാലും M249 കണ്ടാലും ഏത് കണ്ടാലും ഞാൻ എടുക്കും കേട്ടോ. അപ്പോൾ സ്നൈപ്പർ ഒരു അഡിക്റ്റ് എന്ന് പറയാൻ പറ്റും.
പറ്റുമോ? അപ്പോൾ നമ്മൾ എടുക്കേണ്ട വിചാരിച്ചാൽ പോലും എടുക്കുന്ന ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സ്നൈപ്പർ എടുക്കൊണ്ട് എനിക്ക് കുറേ അധികം കില്ലീസ് നഷ്ടമായിട്ട് പോയി. അപ്പോൾ ഞാൻ നല്ല ഇക്കല ഡാമേജ് ഒക്കെ ഇവിടെ കുറേ പ്ലേയേഴ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഒറ്റ കില്ല് പോലും സ്നൈപ്പർ വെച്ചുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സോളോടൊക്കെ കളിക്കുന്ന സമയത്ത് മാക്സിമം സ്നൈപ്പറീസ് നിങ്ങൾ എടുക്കാതിരിക്കുക. അതാക്കാരെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്സ് കേട്ടോ. അത് തന്നെ നമ്മളെ സ്നൈപ്പറിന് പകരം മറ്റേതെങ്കിലും കണ്ടാണ് ഞാൻ കുറേ അധികം കില്ല്, അപ്പോൾ ഇത് ഒരു 6-7 കില്ല് വരെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണും കുറേ അധികം ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ 3 അലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഞാനാണ്, ബാക്കി 2 എനിമിയുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ചെയ്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ മാക്സിമം വിട്ട് നിൽക്കുകയാണ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി കയറി ചെന്നുകൊണ്ട് അവിടെ രക്ഷ ചെയ്യുകയാണെങ്കിൽ 2 ആളും പാടെ എന്നെ പന്തിക്കിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരണം നിങ്ങൾ മാക്സിമം നിങ്ങൾ കുറച്ച് ഒഴിഞ്ഞ് നിൽക്കുക. അപ്പോൾ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ല പ്ലേസ്മെന്റ് കിട്ടും. അപ്പോൾ പ്ലേസ്മെന്റ് അനുസരിച്ച് നമുക്ക് അത്യാവശ്യം പ്ലസ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പ്ലേസ്മെന്റ് നോക്കി കളിച്ചാൽ നോക്കുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ആയിട്ട് നമുക്ക് 1-on-1 സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ആയിട്ട് മറ്റോന് ഒരു എനിമിനെ കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 1-on-1 സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ റഷ് ചെയ്യേണ്ട ഒരു പ്ലാനിങ്ങിലാട്ടോ. അപ്പോൾ റഷ് ചെയ്യേണ്ട ഒരു പ്ലാനിങ്ങിലാണ്. ഗ്ലൂ വാളൊക്കെ ഏകദേശം തീരുമാനമാവാനായിട്ടുണ്ട്. അപ്പോൾ ഗ്രനേഡൊക്കെ വെച്ചുകൊണ്ട് നല്ല എക്ലേസ് ഡാമേജ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവന് പറ്റേസ് ഈ ഭാഗത്തായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഡ്രോൺ ഹോമർ ക്യാരൻ്റെ ഡ്രോൺ ഇട്ടുകൊണ്ട് നേരെ ഈ നമ്മൾ അറ്റാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ത്രോ ഗൺ വെച്ചുകൊണ്ട് ഞെക്കി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡാമേജ് ഒന്നും കാര്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവന് MB40 വെച്ചുകൊണ്ട് ഞെക്കി, അതും കോബ്രൻ്റെയാണ്. നമുക്ക് ഏകദേശം പകുതിയോളം ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ലാൻഡ് മൈൻ വെച്ചുകൊണ്ടാണ് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ വാൾട്ടിക്കാണ് അവന് മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ലാൻഡ് മൈനിൽ അപ്പോൾ കട്ടക്ക് ബ്ലൂ വാളൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ കട്ടക്ക് ഒരു പകുതിയൊക്കെ ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ലാൻഡ് മൈനൊക്കെ അവൻ പൊട്ടിച്ചിട്ടുണ്ട് മൂവ് ചെയ്തുകൊണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാര്യം നോക്കുകയാണെങ്കിൽ ഗ്രനേഡ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉള്ളിൽ നമ്മൾ മെൽറ്റിംഗ് ഗ്രനേഡാണ്. അപ്പോൾ ഗ്രീൻ ആല ഗ്രനേഡ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിന് അവൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൂ വാളൊക്കെ ഇട്ടുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ധൂണിപ്പെട്ടുകൊണ്ട് കുറച്ച് അത്യാവശ്യം ഡാമേജ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും അഡ്വാൻറ്റേജ് ആണ്. മാക്സിമം ബൂയി അടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നു കേട്ടോ. അപ്പോൾ റാങ്ക് പുഷിംഗ് ആണെങ്കിൽ മാക്സിമം ബൂയി അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല റിപ്ലേസ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ല കിലോ പ്ലസ് ഒക്കെ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പൊസിഷൻ വന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്തൊരു കാര്യം നോക്കുക, നമ്മൾ ഡ്രോൺ നമ്മൾ ഹോമർ ക്യാരൻ്റെ സ്കില്ല് ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോമർ ക്യാരൻ്റെ ഡ്രോൺ നേരെ നമ്മുടെ എനിമിൻ്റെ ദേഹത്ത് തട്ടിയ സ്പോട്ട് നെക്കി പിടിച്ചാൽ കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നൈസ് ആയിട്ട് ഒരു ബൂയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 20 സംതിങ്. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടോ. അപ്പോൾ ഏകദേശം 29 പ്ലസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെ റാങ്ക് പോയിന്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 8210 പോയിന്റ് ആണല്ലോ കേട്ടോ. അപ്പോൾ ഏകദേശം 13,000 സംതിങ് ഉണ്ടെങ്കിലാണ് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ പറ്റുക. അപ്പോൾ ഈ പ്രാവശ്യം ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ഇക്കല ടഫാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സീസൺ ഇൻഡാണ് ഏകദേശം ഇനി വളരെയധികം ദിവസങ്ങൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ തന്നെ ഉള്ളൂ ഇനി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ VR റാങ്ക് എത്രയും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോടെ കാണാം. ബൈ.